നമസ്കാരം, പെറ്റ് ലവേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാതിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ അന്നമനടയുള്ള ജോർജിയൻ്റെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസൊക്കെ നമ്മൾക്കിപ്പോൾ സെയിലിനുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എൻ്റെ പേര് ജോർജ് പനകുളം. എൻ്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ അന്നമനയുടെ അടുത്ത് കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഡോഗ് ജർമ്മൻ ഷെപ്പേർഡാണ്. രണ്ട് ജർമ്മൻ ഷെപ്പേർഡ് ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്. അതിൽ ഷോർട്ട് ഹെയർ ആണ്. അത് പ്രസവിച്ചിട്ട് ഇപ്പോൾ 27 ദിവസമായി. നമുക്ക് ആറ് പപ്പീസ് ഉണ്ടായിരുന്നു. ഒരെണ്ണം സ്റ്റഡി ചെയ്ത ആൾക്ക് കൊടുത്തു. 4 ഫീമെയിലും 1 മെയിലും. ഒരു മെയിലും 4 ഫീമെയിലും. ഈ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് വളരെ ഒബീഡിയൻ്റ് ആണ്. ഒരിക്കലും അത് അഗ്രസീവ് അല്ല. ആവശ്യമില്ലാണ്ട് കുരയ്ക്കില്ല. ആവശ്യത്തിന് മാത്രമേ കുരയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കുരച്ച് അറിയിക്കും. അത് നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണെങ്കിൽ പിന്നെ കുരയ്ക്കില്ല. വിവേചന ഗാർഡ് ഡോഗാണ്. വളരെ വിവേചിച്ച് തരാനുള്ള കഴിവ് കൂടുതലാണ്. പിന്നെ ഒരിക്കലും നമ്മുടെ ബൗണ്ടറി വിട്ട് പോവില്ല. എൻ്റെ വീട്ടിന് മതിൽ കെട്ടില്ല, പക്ഷെ ഒരിക്കലും നമ്മുടെ ബൗണ്ടറി വിട്ട് പുറത്തേക്ക് പോവില്ല. അത് ആ ബൗണ്ടറിയിൽ അത് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ വൈകുന്നേരം അഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 10-10 ആകുമ്പോൾ ഞങ്ങൾ കിടന്നു കഴിയുമ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും വീടിന് ചുറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു നേരം വെളുക്കുന്നവരെ വീടിന് ചുറ്റും റൗണ്ട് ചെയ്ത് നോക്കും. നേരം വെളുത്ത് 6 മണി കഴിഞ്ഞാൽ കൂട്ടി കയറി ഉറങ്ങും. ഒരിക്കലും രാത്രി ഇത് ഉറങ്ങണം കണ്ടിട്ടില്ല. ഫുഡ് ഞങ്ങൾ കൊടുക്കുന്നത് ഈ കോഴിയുടെ കാല് കൊടുക്കും. പിന്നെ ബീഫിൻ്റെ വേസ്റ്റ് കൊടുക്കും. പിന്നെ മുട്ട കൊടുക്കും. ചോറും ബീഫിൻ്റെ വേസ്റ്റും കൊടുക്കും. ഇതിപ്പോൾ നമ്മൾ 2 നേരം കൊടുക്കും. കാലത്ത് നന്നായിട്ട് കൊടുക്കും. പിന്നെ ഒരു 2 മണിയാകുമ്പോൾ കൊടുക്കും. പിന്നെ ഷോർട്ട് ഹെയർ ഇതിൻ്റെ ബ്രീഡേജ് ആണിത്. ലോങ് ഹെയർ ആണ്. രണ്ടും കിട്ടും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ റോയൽ കാൻ കൊടുക്കുന്നുണ്ട്. റോയൽ കാൻ. പിന്നെ ഇതിന് സിങ്കോവൈറ്റ് മിനറൽസ് ഇതിൻ്റെ സിങ്കോവൈറ്റ് ബ്രൗണി കൊടുക്കുന്നുണ്ട്. ഫുഡ് തന്നെത്താൻ കഴിച്ചു തുടങ്ങി. ഞങ്ങളിപ്പോൾ 5 എണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. 13,000 രൂപയാണ് വില ഉദ്ദേശിച്ചത്. 13,000 രൂപ. മദർ ഷോർട്ട് ഹെയർ, ഫാദർ ലോങ് ഹെയർ. ആ ഇത് 2 തരത്തിലും വരാം. ലോങ് ഹെയർ ഉണ്ടാവും, മീഡിയം. അതെ. ഇതിപ്പോ മെയിലും ഫീമെയിലും സെയിം റേറ്റ് തന്നെയാണ് അല്ലെങ്കിൽ രണ്ടും റേറ്റ് സെയിം തന്നെ. 13 രൂപ. 13,000 രൂപ. ഇതിപ്പോൾ നമ്മൾ മൊത്തം 5 എണ്ണം ഒരാൾ വിളിക്കുകയാണെങ്കിൽ ഇപ്പോൾ റേറ്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് ആലോചിച്ച് ചെയ്യാം. നോക്കിയിട്ട് ചെയ്യാം. 5 എണ്ണം ഒരുമിച്ചെടുക്കണമെങ്കിൽ. അതെ. ഇവളുടെ പേര് ജാൻസി എന്നാണ്. ഇവിടെ നല്ല അനുസരണമുള്ള ഇതാണ് ജർമ്മൻ ഷെപ്പേർഡ്. എപ്പോൾ നോക്കിയാലും നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിലും അവൾ ഓടി നമ്മുടെ എത്ര അകലെയായാലും അവൾ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തുള്ളൂ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നോക്കാനായാലും നല്ല സ്നേഹം അടുപ്പുള്ള ഇനാണത്. വേറെ പല ഇനത്തിനും ഞങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്ക് സ്നേഹം അടുപ്പം ഇവൾ തന്നെയാണ്. ഈ ജർമ്മൻ ഷെപ്പേർഡ് മാത്രമേ സ്നേഹമുള്ളൂ. കൂടുതൽ സ്നേഹം, മറ്റുള്ളൊരു സ്നേഹം ഉണ്ടാവും. നമ്മൾ പട്ടീനെ വളർത്തുമ്പോൾ സ്നേഹം ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവളെ പോലെ ഈ വർഗത്തിനെ പോലെ ഒരു സ്നേഹം ഇത് തന്നെയുള്ളൂ. നല്ല ഗാർഡിംഗ് ഡോഗ്. നല്ല ഗാർഡിംഗ് ഡോഗ്. അതൊന്നും വലിയതൊന്നുമില്ല. നമ്മൾ സാധാരണ ഈ പശു കോഴിയുടെ കാല് അതിൻ്റെ നഖം വെട്ടി കൊടുക്കണം നമ്മൾ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ചോറ് അതേ കൂടി ഇട്ട് വേവിച്ച് കൊടുക്കുക. അത് 2 നേരം കൊടുക്കുക മെയിനായിട്ട്. കുറവാണ്. എന്താ വെച്ചാൽ ഇപ്പം പാൻ ചെള്ള അങ്ങനത്തെ ശല്യമൊന്നും ഉണ്ടാവില്ലല്ലോ. എപ്പോൾ നോക്കിയാലും ആള് പുറത്തേക്ക് പോവുകയാണെങ്കിൽ, ഹസ്ബൻഡ് പുറത്തേക്ക് പോവുകയാണെങ്കിലും എനിക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നാറില്ല. 1 ദിവസം 2 ദിവസം ഇല്ലെങ്കിലും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല നല്ല നോക്കാൻ. എന്താ വെച്ചാൽ നല്ല ധൈര്യം നമുക്ക് ഇവിടെ അരിയത്തുണ്ടെങ്കിൽ. അതാ നല്ലേ എന്ത് കൊടുക്കുകയാണെങ്കിലും, മരുന്ന് കൊടുക്കാനെങ്കിലും
ഇത്രയും വലിയ പട്ടിയല്ലേ, പക്ഷേ ഗുളിക കൊടുക്കായാലും മരുന്ന് കൊടുക്കായാലും എന്ത് കൊടുക്കായാലും അവൾ നല്ലൊരു സ്നേഹത്തോട് കൂടിയിട്ടുള്ളൊരു പെരുമാറ്റമാണ്. വേറെ പല ഇനത്തിനും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം വേറെ തന്നെയാണ്. കുട്ടികളതുപോലെ നല്ല ഇതിലനുസരണത്തിൽ വരുമെന്ന് വിചാരിക്കുന്നു. ഉണ്ട് ഇപ്പം ഇത്രയും വേറെ വല്ല പട്ടികളാണെന്ന് വെച്ചാൽ ഉടമസ്ഥൻ വന്നാലും സമ്മതിക്കില്ല. ആ സ്നേഹം എപ്പോഴും വിളിക്കുന്നുണ്ട്. ഈ ഞാൻ പല ഡോഗുകളും വളർത്തിയിട്ടുണ്ട്, പക്ഷേ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പോലത്തെ ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ളൊരു ഡോഗ് വേറെ ഇല്ല. യജമാനെന്ന് വെച്ചാൽ ദൈവം പോലെയാണ് ഇത് കാണുന്നത്. പിന്നെ ഒരിക്കലും ഇതൊരു അപകടം ഉണ്ടാക്കില്ല. ഒരു ആരെങ്കിലും വന്നാൽ കുരച്ചറിയിക്കും. നല്ല എന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സാണെങ്കിൽ പിന്നെ കുരയ്ക്കില്ല. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങി കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ വയലൻ്റ് ആവും. പ്രത്യേക രീതിയിൽ കുറച്ച് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിടിച്ച് കടിക്കും. അതുകൊണ്ട് ആളെ കൊല്ലില്ല, അപകടം ഉണ്ടാക്കില്ല, പിടിച്ച് കടിക്കുള്ളൂ. ചില പട്ടികൾ ആളെ കൊന്നുകളയും, അങ്ങനത്തെ ഇതില്ല. ഉറങ്ങി നമുക്ക് വളരെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒബീഡിയൻ്റാണ്. പിന്നെ ഒരിക്കലും നമ്മുടെ ബൗണ്ടറി ഇട്ട് പോലെ അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മുടെ മുതൽക്കെട്ടില്ലെങ്കിലും ഒരിക്കലും നമ്മുടെ ബൗണ്ടറി ഇട്ടത് പോകില്ല. അത് ഇതിൻ്റെ ആദ്യത്തെ കുഞ്ഞ് 7 മാസം പ്രായമുള്ളൂ. അത് ഇവിടെ കൂട്ടിലുണ്ട്. പിന്നെ ഒരിക്കലും അങ്ങനെ സൂക്കേടുകളൊന്നും വരാറില്ല. ഷോർട്ട് എയർ ആയതുകൊണ്ട് ചെള്ളിൻ്റെ ശല്യമില്ല. അങ്ങനെ പ്രത്യേകിച്ച് സൂക്കേടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഡോഗിനെ വളർത്തുമ്പോൾ എപ്പോഴും നമ്മൾ അവരെ കുറേ നേരം അഴിച്ചിട്ട് എക്സസൈസ് കിട്ടണം. ഒരിക്കലും കൂട്ടിൽ തന്നെ നിർത്തി കഴിഞ്ഞാൽ അവരുടെ ആ ഹെൽത്ത് നഷ്ടപ്പെടും. ഡെയിലി ഒരു 4-5 മണിക്കൂർ ഓടി എക്സസൈസ് കിട്ടണം. അതല്ലെങ്കിൽ അങ്ങനെ വണ്ണം കൂടി ഫാറ്റ് കൂടി കൊളസ്ട്രോളോ ഒന്ന് അറ്റാക്കായിട്ട് വരും. ഇവളുടെ പേര് ജാൻസി എന്നാണ്. ജാൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓടി വരും, നമുക്ക് ഷെയ്ക്കാൻ്റെ തരും. റാബിസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുക്കും. എടുത്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. കൃത്യമായിട്ട് എടുക്കും. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ പപ്പീസിനെ തുടക്കത്തിൽ നമ്മൾ ഈ സിങ്കോവൈറ്റില്ലേ, സിങ്കോവൈറ്റിൻ്റെ ഡ്രോപ്സ് കൊടുക്കണം. ആദ്യം ഡ്രോപ്സ് കൊടുക്കുന്നു. ഒരു 3-4 ദിവസം ഡ്രോപ്സ് കൊടുത്ത് തുടങ്ങും. ഒരു തുള്ളി 2 തുള്ളി കൊടുക്കും. പിന്നെ അത് ഒരു കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരും. അതിപ്പോൾ കൊടുക്കുന്നത് സിങ്കോവൈറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ സിറപ്പാക്കാം. ഒരു 25 ദിവസം കഴിഞ്ഞാൽ സിറപ്പ് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ട മിനറൽസ് പ്രോട്ടീനൊക്കെ അതിലുണ്ട്. പിന്നെ ഞങ്ങൾ റോയൽ കാൻ കൊടുക്കാറുണ്ട്. റോയൽ കാൻ ഒരു 20 ദിവസം കഴിഞ്ഞാൽ റോയൽ കാൻ കൊടുക്കാറുണ്ട്. നന്നായിട്ട് തിന്നും. റോയൽ കാൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടികൾ വണ്ണം വയ്ക്കും. നല്ല രോമൊക്കെ നല്ല ഹെയർ വരും. നല്ല ക്വാളിറ്റിയിൽ വരും. പിന്നെ വേറെ മരുന്ന് ഓരോ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കും. 15 ദിവസം കൂടുമ്പോൾ വേറെ മരുന്ന് കൊടുക്കും. അതിപ്പോൾ എത്ര നാൾ എങ്ങനെ തുടരണം? അങ്ങനെ 3 മാസം വരെ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കണമെന്ന് പറയാം. പിന്നെ മാസത്തിന് കൊടുത്താൽ മതി. പിന്നെ 2 മാസം കൂടുമ്പോൾ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഫുഡ് ചേഞ്ച് ചെയ്യണം. ഒരു അഡൾട്ടായ സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു 2 മാസം കഴിഞ്ഞാൽ മുട്ട കൊടുക്കും. മുട്ട പുഴുങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഫുഡിൽ ഈ റാഗി പൗഡർ കൊടുക്കും. റാഗി പൗഡർ ആർക്കെങ്കിലും പപ്പീസിന് വേണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്ന് കൊണ്ട് വാങ്ങിക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണ്ട? ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് ഇവിടെ ഒന്ന് കൊണ്ടുപോകണം. ഇവിടെ ഒന്ന് പട്ടീനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് പേരൻസിനെ കൊണ്ട് നമുക്ക് എടുക്കാമല്ലോ? പേരൻസിനെ കൊണ്ട് എടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. ഇഷ്ടപ്പെട്ട ഞാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഇതേപോലെയുള്ള പെറ്റ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലൻ ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം.